Hello everyone, welcome back to Surface Chemistry Part 3. So, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ഐസോതേംസ് ആണ്. അഡ്സോർപ്ഷൻ ഐസോതേംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രാഫ് ബിറ്റ്വീൻ എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ ദ അഡ്സോർബൻറ്റ് വിത്ത് റെസ്പെക്ട് ടു പ്രഷർ. അതായത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. എക്സ് ആക്സിസിൽ പ്രഷറും വൈ ആക്സിസിൽ എത്രത്തോളം മോളിക്യൂൾസ് അഡ്സോർബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എമൗണ്ടും അങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫ്സിനാണ് നമ്മൾ അഡ്സോർപ്ഷൻ ഐസോതേംസ് എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ദ വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ ദ അഡ്സോർബൻറ്റ് വിത്ത് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. കണ്ടീഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ മീൻസ് ഓഫ് എ കർവ് ടേംഡ് ആസ് ദ അഡ്സോർപ്ഷൻ ഐസോതേം. ഇതാണ് ഒരു അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുന്നത്. എക്സ് ആക്സിസിൽ പ്രഷറും വൈ ആക്സിസിൽ എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ഓൺ ദ അഡ്സോർബൻറ്റ് കാണിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയായിരിക്കും നമുക്കൊരു അഡ്സോർപ്ഷൻ ഐസോതേം കിട്ടുന്നത്. അപ്പം കുറേ ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ ഐസോതേംസ് ഉണ്ട്. ബട്ട് നമ്മളിവിടെ ഓൺലി വൺ ടൈപ്പ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതാണ് ഫ്രെൻഡ്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം. സോ ഫ്രെൻഡ്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേമിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാസ് ഓഫ് ദ ഗ്യാസ് അഡ്സോർബ്ഡ് പെർ ഗ്രാം ഓഫ് ദ അഡ്സോർബൻറ്റ്. ഈ പെർ ഗ്രാം ഓഫ് ദ അഡ്സോർബൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാം അഡ്സോർബൻ്റ് എടുത്തു എന്ന് വിചാരിക്കാം. അതിൽ അഡ്സോർബൻ്റ് എന്ന് പറയുമ്പം ഏതിലാണോ അഡ്സോർബ് ചെയ്യപ്പെടുന്നത് അതാണ് അഡ്സോർബൻ്റ്. ഇപ്പോൾ 1 ഗ്രാം അഡ്സോർബൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് അഡ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വിത്ത് റെസ്പെക്ട് ടു പ്രഷറിന് അനുസരിച്ചിട്ട് എത്രത്തോളം അഡ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെൻഡ്ലിച്ച് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1909 ഒരു റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. ആ റിലേഷനാണ് x/m ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു p⁻⁴n. സോ ഈ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺസ്റ്റൻ്റ് കൊടുക്കുകയാണ് k × p⁻⁴n where n is greater than 1. ഇതാണ് ആ റിലേഷൻ. സോ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് ദ മാസ് ഓഫ് ദ ഗ്യാസ് അഡ്സോർബ്ഡ് and m is the mass of the adsorbent and is the pressure, and K and N are constants depends on nature of adsorbent and gas at particular temperature. ഈ ഫ്രെൻഡ്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം വാലിഡ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷന് ലോഗരിതം എടുക്കുകയാണ്. അപ്പം നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് x/m = k p⁻⁴n n is greater than 1 ഇങ്ങനെയാണല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു ഫോമിലൂടെ എഴുതാൻ പറ്റും. x/m = k p⁻⁴n. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ ഈ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും. n is less than 1. സോ ഇത് എൻട്രൻസിലൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ k p⁻⁴n ആണെങ്കിൽ n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. k p⁻n ആണെങ്കിൽ n ഷുഡ് ബി ലെസ് ദാൻ 1. ഇനി നമുക്ക് ഇതിൻ്റെ ലോഗരിതം എടുക്കാം. ലോഗ് x/m = log k p⁻n. നമ്മൾ മാത്സിൽ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട് ലോഗരിതത്തിൻ്റെ. ലോഗ് ab എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് a + log b. സോ ഇത് a ആണ്,
ഇത് ബി ആണെന്ന് വിചാരിച്ചാൽ നമുക്ക് ലോഗ് എക്സ് ബൈ എം ഈക്വൽ ടു ലോഗ് കെ പ്ലസ് ലോഗ് പി റേസ് ടു എൻ. സോ ഈ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് ബോക്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഇതേപോലെ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ലോഗ് എം റേസ് ടു എൻ ഈക്വൽ ടു 1/n ലോഗ് എം. സോ നമുക്കിവിടെ ലോഗ് പി റേസ് ടു 1 ഉണ്ട്. അതിനെങ്ങനെ എഴുതാം? ലോഗ് എക്സ് ബൈ എം ഈക്വൽ ടു ലോഗ് കെ പ്ലസ് 1/n ലോഗ് പി. എങ്ങനെയാ? പി എന്ന് പറയുന്നത് എമ്മും എം റേസ് ടു എൻ ഫോമിലാണ്. അപ്പം 1/n ലോഗ് എം. സോ നമുക്ക് ഈ ഫോമിലേക്ക് കിട്ടി. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗ്രാഫിൻ്റെ ഇക്വേഷനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് ഇക്വേഷനാ? y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഗ്രാഫുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണ്. അപ്പോൾ ആ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതെർം ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. ലോഗ് എക്സ് ബൈ എം വൈ ആക്സിസിലും ലോഗ് പി എക്സ് ആക്സിസിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഗ്രാഫാണ് കിട്ടുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നത് 1/n ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ലോഗ് കെ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ വൈ ആക്സിസിൽ നമ്മൾ ലോഗ് എക്സ് ബൈ എം ആ കൊടുത്തത്. പിന്നെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം ആണ്. എം എന്ന് പറയുന്നത് സ്ലോപ്പ്, അതെന്ന് പറയുന്നത് 1/n ആണ്. ലോഗ് പി പ്ലസ് സി ഇൻ്റർസെപ്റ്റ്. സി എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റ്. സി ഇസ് ദ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ലോഗ് കെ ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചെഴുതി. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എം ഈസ് ദ സ്ലോപ്പ് ഈക്വൽ ടു 1/n ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു ലോഗ് കെ എന്ന് കിട്ടി. പിന്നെ ഈ സ്ലോപ്പ് റേഞ്ചസ് ഫ്രം 0.1 to 0.5. ഈ റേഞ്ചിലായിരിക്കും നമുക്ക് 1/nൻ്റെ വാല്യൂസ് കിട്ടുന്നത്. ഇപ്പോൾ ഇതാണ് പ്രോബബിൾ റേഞ്ച് എന്ന് പറയുമെങ്കിൽ നമ്മൾ പറയുമ്പം വേരി ചെയ്യുന്നത് 1/nൻ്റെ വാല്യൂസ് വേരി ചെയ്യുന്നത് ബിറ്റ്വീൻ 0 and 1 എന്നാണ് പറയാം. അപ്പോൾ രണ്ട് കേസസാണ് ഉള്ളത്. കേസ് 1 എന്ന് പറഞ്ഞാൽ 1/n ഈക്വൽ ടു 0. അപ്പോൾ 1/n ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് നമ്മുടെ അഡ്സോർപ്ഷൻ എങ്ങനെയാണ് പ്രഷറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. എക്സ് ബൈ എം ഈക്വൽ ടു കെ പി റേസ് ടു 1/n. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത് കേസ് 1/n ഈക്വൽ ടു 0. സോ കെ പി റേസ് ടു 0. അപ്പോൾ എക്സ് റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് എക്സ് ബൈ എം ഈക്വൽ ടു കെ എന്ന് കിട്ടും. പി റേസ് ടു 0 ഈക്വൽ ടു 1. അപ്പോൾ ഇതിനർത്ഥം ദ അഡ്സോർപ്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. ഇനി കേസ് 2 എന്ന് പറയുന്നത് 1/n ഈക്വൽ ടു 1. ആ കേസിൽ എന്താ വരിക? എക്സ് ബൈ എം ഈക്വൽ ടു കെ പി റേസ് ടു 1. ദാറ്റ് ഈസ് കെ പി, വിച്ച് മീൻസ് എക്സ് ബൈ എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും, പ്രഷർ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അഡ്സോർപ്ഷൻ ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഫേസ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ സോളിഡിൻ്റെ മുകളിൽ ഗ്യാസ് മോളിക്യൂൾസൊക്കെ വന്ന് അഡ്സോർബ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ സോളിഡ്സിന് എന്ത് പ്രോപ്പർട്ടി കൂടി ഉണ്ട്? സോളിഡ്സ് ക്യാൻ അഡ്സോർബ് സൊല്യൂട്ട് ഫ്രം സൊല്യൂഷൻസ് ഓൾസോ. സൊല്യൂഷൻസിൽ നിന്ന് സൊല്യൂട്ടിനെ മാത്രം അഡ്സോർബ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി സോളിഡ്സിനുണ്ട്. അങ്ങനെയുള്ള അഡ്സോർപ്ഷൻ കൂടി ഉണ്ട്.
നമുക്ക് സോൾവെൻറ്റ് സൊല്യൂട്ട് എന്നാൽ ജസ്റ്റ് നോക്കാം. സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഏബിൾ ടു ഡിസോൾവ് അതർ സബ്സ്റ്റൻസസ്, മറ്റ് സബ്സ്റ്റൻസസിനെ ഡിസോൾവ് ചെയ്യിക്കാൻ കഴിയും. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ കമ്പോണൻറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെൻറ്റ്, സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന കമ്പോണൻസിനാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വെൻ എ സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് ഇൻ വാട്ടർ ഈസ് ഷെയ്ക്കൺ വിത്ത് ചാർക്കോൾ, a part of the acid is adsorbed by the charcoal and the concentration of the acid decreases in the solution. അപ്പോൾ ചാർക്കോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എൻ അഡ്സോർബൻറ്റ്. അപ്പോൾ ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ആസിഡാണ്. ആസിഡിനെ നമ്മൾ ചാർക്കോൾ അഡ്സോർബ് ചെയ്യുന്നു. സിമിലർലി ദ ലിറ്റ്മസ് സൊല്യൂഷൻ വെൻ ഷെയ്ക്കൺ വിത്ത് ചാർക്കോൾ ബിക്കം കളർലെസ്. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ പ്രസിപ്പിറ്റേറ്റ് ഓഫ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അറ്റൈൻസ് ബ്ലൂ കളർ വെൻ പ്രസിപ്പിറ്റേറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് മാഗ്നസൺ റിയേജൻറ്റ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദ കളർ ഈസ് ഡ്യൂ ടു ദി അഡ്സോർപ്ഷൻ ഓഫ് മാഗ്നസൺ. അപ്പോൾ ആ പ്രസിപ്പിറ്റേറ്റ് കളറാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മാഗ്നസൺ റിയേജൻറ്റ് അഡ്സോർബ് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് നമുക്ക് സൊല്യൂഷൻ ഫേസിൽ നടക്കുന്ന അഡ്സോർപ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അഡ്സോർപ്ഷൻ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അഡ്സോർപ്ഷൻ സ്പീഡിൽ നടക്കൂല. നെക്സ്റ്റ് വൺ, ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസസ് വിത്ത് എൻ ഇൻക്രീസ് ഓഫ് സർഫേസ് ഏരിയ ഓഫ് ദ അഡ്സോർബൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സർഫേസ് ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് അൺബാലൻസ്ഡ് ഫോഴ്സസ് ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അഡ്സോർപ്ഷനും ഇൻക്രീസ് ചെയ്യും. ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് ഇൻ ദ സൊല്യൂഷൻ. നേരത്തെ കേസിൽ സോളിഡ്സ് ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ അഡ്സോർബ് ചെയ്യുന്ന കേസിൽ നമ്മൾ പറഞ്ഞത് പ്രഷറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പം സൊല്യൂഷൻ ഫേസിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ പ്രഷറിന് പകരം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ടിന് ഡിപ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ അഡ്സോർബൻറ്റ് ആൻഡ് ദി അഡ്സോർബേറ്റ്. അഡ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അഡ്സോർബൻറ്റിൻ്റെയും അഡ്സോർബേറ്റിൻ്റെയും നേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ കേസ് പോലെ ഈ കേസിലെ മെക്കാനിസം ഒന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ഫ്രണ്ട്ലിച്ച് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ പ്രഷറിന് പകരം കോൺസെൻട്രേഷൻ കൺസിഡർ ചെയ്തിട്ട്, സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കൺസിഡർ ചെയ്തിട്ട് ആ ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി. എക്സ് ബൈ എം ഈക്വൽ ടു കെ സി റേസ് ടു 1/n. നേരത്തെ എന്തായിരുന്നു? കെ പി റേസ് ടു 1/n ആണ്. അപ്പോൾ പിൻ്റെ സ്ഥലത്ത് നമ്മൾ സി കൊടുത്തു. സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ. സി ഈസ് ദ ഈക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ ലോഗരിതം എടുക്കുകയാണെങ്കിൽ ലോഗ് എക്സ് ബൈ എം ഈക്വൽ ടു ലോഗ് കെ പ്ലസ് 1/n ലോഗ് സി. ആ ഒരു ഇക്വേഷൻ നമുക്ക് അതേപോലെ കിട്ടി. നമുക്ക് ആ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പിൻ്റെ സ്ഥലത്ത് സി വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ കേസ് പോലെ തന്നെ വൈ ആക്സിസിൽ ലോഗ് എക്സ് ബൈ എമ്മും എക്സ് ആക്സിസിൽ ലോഗ് സിയും എടുത്ത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. അതെന്താ കാണിക്കുന്നത്? ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോത്തം ഈ കേസിലും വാലിഡ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇത് എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനിലുള്ള അസറ്റിക് ആസിഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ സൊല്യൂഷൻ ആക്കിയിട്ട് ഈക്വൽ വോളിയംസ് ഓരോ ഫ്ലാസ്കിലും എടുത്തു. അപ്പോൾ ഈ ഫ്ലാസ്കിലൊക്കെ നേരത്തെ എന്തുണ്ട്? ഈക്വൽ എമൗണ്ട് ഓഫ് ചാർക്കോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അഡ്സോർപ്ഷൻ നടക്കും. അഡ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രത്തോളം എമൗണ്ട് അഡ്സോർബ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേഷൻ ഓഫ് ദി ഫൈനൽ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ഇനീഷ്യൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
എത്രത്തോളം എമൗണ്ട് അഡ്സോർബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ ഈ ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോത്തോം സൊല്യൂഷൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, വാലിഡ് ആവുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്തു. ആക്ച്വലി നമ്മൾ ലാബിൽ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലോസ്ഡ് വെസൽസിലാണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. ക്ലോസ്ഡ് വെസൽസിലാണ് നമ്മൾ അഡ്സോർപ്ഷൻ ഐസോത്തോംസിൻ്റെ വെരിഫിക്കേഷൻ നടത്തുന്നത്. So keep watching. See you in the next video.